പ്രൊഫഷണൽ തലമുറയുടെ പിന്തുണ ഇക്കുറി LDFന് അനുകൂലമാകുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് യുവജന വിഭാഗമായ ജനാധിപത്യ കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ റോബിൻ പി മാത്യു. പാർട്ടി മധ്യ തിരുവിതാംകൂറിൽ വിജയിക്കുമെന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനം മറ്റൊരു തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് ഉണർന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ, അതായത് CPM-ഉം കോൺഗ്രസും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ ജാഥകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് BD സതീശൻ നയിക്കുന്ന യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. LDFന്റെ വികസന മുന്നേറ്റ യാത്ര പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലും ആരംഭിച്ചിട്ടുണ്ട്. ഈ വേളയിലാണ് LDFന്റെ പ്രധാന ഘടകകക്ഷികളിൽ ഒന്നായ കേരള കോൺഗ്രസ്, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ യൂത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും ഹൈപ്പവർ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ റോബിൻ നമ്മളോടൊപ്പം ചേരുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ആതുര ശുശ്രൂഷ മേഖലയിലുള്ള ഡോക്ടർമാർക്ക് എന്താണ് കാര്യമെന്നുള്ള ഒരു ചോദ്യം പ്രേക്ഷകർക്കുണ്ടാകും. പക്ഷെ അതിനൊരു ഉത്തരമാണ് ഡോക്ടർ റോബിൻ. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടറെ, എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഈ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നും, ഈ ചികിത്സക്കിടയിൽ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഒരു സമയം കണ്ടെത്തുന്നത്? ഡോക്ടറെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയിട്ട്. ഞാൻ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ ജനാധിപത്യ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. കൂടാതെ പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗവും കൂടിയാണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 കേരള കോൺഗ്രസ് വിഭാഗത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഡോക്ടർ KC ജോസഫ് ചെയർമാനായിട്ടുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നാടിൻ്റെ ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമേ ആയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ സ്ഥിരമായി കാണുന്നത് തന്നെ അവരുടെ ജീവിത പ്രശ്നവും അവരുടെ ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടുതലും അവരിന്ന് ക്ലേശം അനുഭവിക്കുന്നത് ഈ അവരുടെ പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന പലതരത്തിലുള്ള വേദനകൾ കൊണ്ട് തന്നെയാണ്. ഇത്തരം വേദനകളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അതിനൊക്കെ ഒരു പരിഹാരം ശാരീരികമായിട്ട് മാത്രമല്ല, അവർക്ക് വേണ്ടുന്ന മാനസികമായിട്ടുള്ള എല്ലാ ഉന്മേഷവും അവർക്ക് വേണ്ട പിന്തുണയും നൽകുവാൻ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർ നമ്മുടെ തിരുവല്ലയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഷാർജയിൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഡോക്ടറോടൊപ്പം തന്നെ സമാന ചിന്താഗതിക്കാരുള്ള 2-3 ഡോക്ടർമാരുമായിട്ടൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ്, അതായത് ക്ലിനിക്ക് അവിടെ. അപ്പോൾ പ്രത്യേകിച്ച് അപ്പം കേരളത്തിൽ മാത്രമല്ല വെളിയിലായപ്പോൾ തന്നെ സ്വന്തം സംരംഭത്തിൽ കൂടിയാണ്. അപ്പം മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ താല്പര്യം കാണുമോ ഡോക്ടർ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ? കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എത്രയധികം വികസനങ്ങൾ, എത്രയധികം ചെറുപ്പക്കാർക്ക് അവരുടെ മേഖലകളിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള സ്റ്റാർട്ടപ്പ് രംഗങ്ങളിലൂടെ ഒട്ടനവധി അവസരങ്ങളാണ് നൽകുന്നത്. ആ അവസരങ്ങൾ തീർച്ചയായിട്ടും വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരുപാട് പ്രയോജനകരമാകുന്ന രീതിയിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഈ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുകൂടി സാധ്യമാകുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ, പിന്നെ പ്രത്യേകിച്ച് ഡോക്ടർ തിരുവല്ലയിലാണ്, റാന്നിയാണ് സ്വദേശം. ഡോക്ടർ ഉൾപ്പെടുന്ന ഈ അതായത് ഒരു മൈഗ്രേഷൻ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. കാരണം പുതുതലമുറയ്ക്ക് രാഷ്ട്രീയമൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ മൈഗ്രേഷൻ ഉണ്ടാകുന്നു. ഡോക്ടറുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും മൈഗ്രേഷൻ എന്ന് പറയുന്നത് കുടിയേറ്റം നമ്മൾ പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂറിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തുടങ്ങിയ ഒന്നല്ല. പണ്ട് കാലത്ത് മധ്യ തിരുവിതാംകൂറിൽ നിന്നും ആളുകൾ കുടിയേറ്റം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കായിരുന്നുവെങ്കിൽ അതൊരു 1970-കളിലൊക്കെ ആയി സംഭവിച്ചു വന്നപ്പോഴത്തേക്ക് വിദേശത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടിയും അവരുടെ ഉപാധികൾക്ക് വേണ്ടിയും ജീവന ഉപാധി മാർഗങ്ങൾക്ക് വേണ്ടിയും ഇന്ന് UK, കാനഡ, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു. അത് ഒരു പരിധിവരെ നമ്മളുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയുടെ ഭാഗം തന്നെയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ പുതിയ ബഡ്ജറ്റിൽ വിദ്യാർത്ഥികൾക്ക് പോലും ഇൻഷുറൻസ്
+1s പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ അവരുടെ പഠനം ഇവിടെ തന്നെ പൂർത്തീകരിച്ച് അവർക്ക് കാലോചിതമായ അവർക്ക് അവസരം ലഭിക്കുന്ന രീതിയിലുള്ള നല്ല ജോലികൾ കൂടിയുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങൾ അവരുടെ എല്ലാ തരത്തിലുള്ള അവരുടെ കായികവും അവരുടെ ബുദ്ധിപരമായ അവരുടെ എല്ലാ കഴിവുകളും നമുക്ക് ഇവിടെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള മൈഗ്രേഷന് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും പുതിയ തലമുറ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ ബോധത്തെയും രാഷ്ട്രബോധത്തെയും വലിയ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് കാണുന്നതെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മറ്റേ സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് വിവിധ സംഘടനകളുണ്ട്. ആ സംഘടനകളിൽ പെട്ടവരാരും പൊതു രാഷ്ട്രീയത്തേക്ക് വരുന്നില്ല. അങ്ങനെ വരുന്ന ഒരു അവസരത്തിലാണ് മറ്റുള്ളവർക്കെല്ലാം അതിശയം തരുന്ന തരത്തിലേക്ക് ഡോക്ടർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ യൂത്തിന്റെ ഒരു ഭാഗമാകുന്നത്. ഡോക്ടറിന്റെ ഈ പദവി ഏറ്റെടുക്കുമ്പോൾ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്തുകൂടിയായിരിക്കും? തീർച്ചയായിട്ടും ഡോക്ടർമാർ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒട്ടനവധി ആളുകളുടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതിയും രാഷ്ട്രീയ ബോധത്തോടും രാഷ്ട്രബോധത്തോടും കൂടി ജനങ്ങളുടെ പ്രശ്നങ്ങളെ കാണുവാനും അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട കൈത്താങ്ങലുകൾ നൽകുവാനും ഡോക്ടർമാർ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പല ഡോക്ടർമാരും രാഷ്ട്രീയത്തിൽ നേരത്തെയും പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ തന്നെ ഡോക്ടർ കെ.സി. ജോസഫ്, അദ്ദേഹം പേരാമ്പ്രയിൽ നിന്ന് ആദ്യമായിട്ട് കേരള നിയമസഭയിൽ വരുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കി യൂത്ത് ഫ്രണ്ടിന്റെ അവിടുത്തെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുകയാണ് ആദ്യമായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നതും നിയമസഭാ അംഗമാവുന്നതും. ഇനിയും ഈ ഡോക്ടർമാരായിട്ടുള്ളവരും വിവിധ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും പൊതുരംഗത്തേക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒക്കെ അവസാനമായിട്ട് മധ്യ തിരുവിതാംകൂറിലെ ഏറെ വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അത് ജോസഫ് ആയിക്കോട്ടെ, ഇപ്പം മാണി ആയിക്കോട്ടെ, കേരള ജനാധിപത്യ കേരള കോൺഗ്രസ് ആയിക്കോട്ടെ, അങ്ങനെ അവിടത്തേക്കൊരു അവസരം യുവത്വത്തിന്റെ പേരിൽ പാർട്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ രാഷ്ട്രീയത്തെ കാണുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി? തീർച്ചയായിട്ടും ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മധ്യ തിരുവിതാംകൂറിൽ വ്യക്തമായ വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾക്ക് അപ്പുറമായിട്ട് മത്സരിക്കുന്നതിനൊക്കെ അപ്പുറമായിട്ട് നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും മൂന്നാമതൊരു തവണ കൂടി കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നണിക്ക് അനുകൂലമായ എല്ലാ നിലപാടുകളും സ്വീകരിച്ച് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സാരഥികളെയും വിജയിപ്പിക്കുവാൻ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ വ്യക്തമായ വേരോട്ടമുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ഒട്ടേറെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയിട്ടുള്ള പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. ആ പാർട്ടിയിൽ യുവത്വത്തിന് ഒരു അവസരം നൽകുകയാണെങ്കിൽ ഡോക്ടറെ പോലെയുള്ള പുതുമുഖങ്ങൾ നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിൽ സ്ഥാനാർത്ഥിയായിട്ട് വരട്ടെ. അവർ തന്നെ നേതൃത്വത്തിൽ വരികയാണെങ്കിൽ ജനങ്ങൾക്ക് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാൻ കഴിയുമെന്നാണ്. അതിനോടൊപ്പം തന്നെ തുടർച്ചയായി മൂന്നാം പിണറായി സർക്കാരിന്റെ തുടർച്ചയ്ക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് ഡോക്ടർ അറിയിക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദൻ ജെ.